നമ്മൾ നോക്കാൻ പോകുന്ന ഭാഗം ഡെക്കാർത്തേസ് റൂൾസ് ഓഫ് സയൻസ്. അപ്പോൾ ഡെക്കാർത്തേസ് റൂൾസ് ഓഫ് സയൻസ് എന്താണ് എന്ന് അറിയണതിന് മുന്നേ നമുക്ക് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അറിയണം. ഒരു പോളിനോമിയലിൽ എന്താണ് കണ്ടിന്യൂഷൻ ഓഫ് സയൻസ്, എന്താണ് ചേഞ്ച് ഓഫ് സയൻസ്. അപ്പോൾ അതറിയാനായിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന പോളിനോമിയലിനെ എക്സിൻ്റെ ഡിക്രീസിങ് പവറിൽ അറേഞ്ച് ചെയ്ത് എഴുതുക. അതായത് വലുതെന്ന് ചെറുതാവുന്നത് പോലെ എക്സിൻ്റെ ഡിഗ്രി വലുതെന്ന് ചെറുതാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതുക. അതിനുശേഷം അതിലത്തെ ഓരോ കോഎഫിഷ്യൻസിനെ നോക്കുക. അതിലെ ഓരോ കോഎഫിഷ്യൻറ്റും തൊട്ട് മുന്നത്തെ എക്സിൻ്റെ ഡിഗ്രിയിലുള്ള കോഎഫിഷ്യൻറ്റിൻ്റെ അതേ സൈനാണ് വരുന്നതെങ്കിൽ നമ്മൾ പറയും അവിടെ കണ്ടിന്യൂഷൻ ഓഫ് സൈൻസ് ആണ് സംഭവിച്ചതെന്ന്. അല്ല സൈൻ ഓപ്പോസിറ്റ് ആണ്, മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും അവിടെ ചേഞ്ച് ഓഫ് സൈൻ ആണ് സംഭവിച്ചത് എന്ന്. അപ്പോൾ അതറിയാനായിട്ട് ജസ്റ്റ് ലുക്ക് അറ്റ് ദ എക്സാമ്പിൾ. x raised to 7 minus 2x raised to 5 minus 3x raised to 4 minus 4x cube plus 5x square minus 6x plus 7. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, എക്സിൻ്റെ പവേഴ്സിൻ്റെ ഡിക്രീസിങ് ആയിട്ട് എഴുതണം. ഓക്കെ, അത് ഡിക്രീസിങ് ആയിട്ട് തന്നെയാണ് തന്നിട്ടുള്ളത്. സോ ആ ഒരു ക്രൈറ്റീരിയ നോക്കണം. സാറ്റിസ്ഫൈഡ് ആയി. ഇനി അടുത്തത് നോക്കേണ്ടത് എന്താ, ഓരോ പവറുടെയും കോഎഫിഷ്യൻറ്റിനെ നോക്കുക. അപ്പോൾ ഇവിടുത്തെ കോഎഫിഷ്യൻറ്റ് 1, ഇവിടുത്തെ കോഎഫിഷ്യൻറ്റ് -2. അപ്പോൾ ഈ -2 ഇതിൻ്റെ പ്രിസീഡിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻറ്റ് എത്രയായിരുന്നു, 1. അപ്പോൾ അവിടെ 1 പോയി അതവിടെ -2 ആയി. അപ്പോൾ അവിടെ എന്താണ്, സൈന് ചേഞ്ച് ചെയ്തു. പോസിറ്റീവ് ആയിരുന്നത് നെഗറ്റീവായി. അപ്പോൾ അവിടെ ഒരു ചേഞ്ച് ഓഫ് സൈൻ സംഭവിച്ചു എന്ന് പറയാം. ഇനി അടുത്തതിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. -2 ആയിരുന്നത് വീണ്ടും -3. അപ്പോൾ സൈൻ അത് തന്നെയാണ്, നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു കണ്ടിന്യൂഷൻ ഓഫ് സൈൻ ആണ് സംഭവിച്ചത്. ഇനി അടുത്തത് നോക്കുമ്പോൾ -3 തന്നെ -4, എഗെയിൻ കണ്ടിന്യൂഷൻ ഓഫ് സൈൻ. ഇനി ഇവിടെ ആണെങ്കിൽ -4 +5, സോ ഇറ്റ് ഈസ് എ ചേഞ്ച് ഓഫ് സൈൻ. ഇനി ഇത് നോക്കുമ്പോൾ +5 പോയി -6 ആയി, എഗെയിൻ ചേഞ്ച് ഓഫ് സൈൻ. ദെൻ -6 പോയി +7 ആയി, എഗെയിൻ ചേഞ്ച് ഓഫ് സൈൻസ്. സോ ഇക്വേഷനിൽ ടോട്ടൽ എത്ര കണ്ടിന്യൂഷൻ ഓഫ് സൈൻസ് ഉണ്ടായിരുന്നു, 1, 2 കണ്ടിന്യൂഷൻ ഓഫ് സൈൻസും എത്ര ചേഞ്ച് ഓഫ് സൈൻസ് ആണ് ഉണ്ടായത്, 1, 2, 3, 4 ചേഞ്ച് ഓഫ് സൈൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വേറൊരു വാക്ക് കൂടി അറിയണം. ഒരു ഇക്വേഷൻ എപ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ഇക്വേഷൻ എന്ന് പറയുക. ഒരു ഇക്വേഷനെ നമ്മൾ കംപ്ലീറ്റ് ഇക്വേഷൻ എന്ന് പറയണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ആ ഇക്വേഷനെ, പോളിനോമിയൽ ഇക്വേഷനെ അല്ലെങ്കിൽ പോളിനോമിയലിനെ നിങ്ങൾ എന്താക്കിയിട്ട് എഴുതണം, നേരത്തെ പറഞ്ഞതുപോലെ എക്സിൻ്റെ ഡിക്രീസിങ് പവറിൽ അറേഞ്ച് ചെയ്ത് എഴുതണം. അങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഒരു കോഎഫിഷ്യൻറ്റ്, ഒരു എക്സിൻ്റെ പവേഴ്സ് പോലും അവിടെ മിസ്സിങ് ആവരുത്. എന്ന് വെച്ചാൽ ഒരു എക്സിൻ്റെ പവേഴ്സ് പോലും അവിടെ, എക്സിൻ്റെ പവേഴ്സിൻ്റെ കോഎഫിഷ്യൻറ്റ് പോലും ഒരിക്കലും 0 ആവരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പോളിനോമിയൽ കംപ്ലീറ്റ് ആണ് എന്ന് പറയും. അതായത് ഇപ്പോൾ അവിടെ f(x) നോക്കൂ, നിങ്ങൾക്കൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട് അല്ലേ. അതിൽ എല്ലാ 7 തൊട്ട് എക്സിൻ്റെ പവർ 7 തൊട്ട് 0 വരെയുള്ള എല്ലാ പവേഴ്സും ഉണ്ട്. അതിലൊന്നിൻ്റെയും തന്നെ കോഎഫിഷ്യൻ്റ് എന്തല്ല, 0 അല്ല. സോ നമുക്ക് പറയാം ആ f(x) കംപ്ലീറ്റ് ആണ് എന്ന്. എന്നാൽ തൊട്ട് മുകളിൽ നമ്മൾ ആ ചേഞ്ച് ഓഫ് സൈനും കണ്ടിന്യൂഷൻ ഓഫ് സൈനും നോക്കിയ പോളിനോമിയൽ നിങ്ങളൊന്ന് നോക്കൂ. അതിൽ x7 ഉണ്ട്, x6 ഉണ്ടോ, ഉണ്ട്. എന്താണ്, അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആണ്. അതുകൊണ്ട് നമ്മൾ അയാളെ എഴുതാതെ വിട്ടതാണ്. അപ്പം നമ്മൾ ഒരു പോളിനോമിയൽ എഴുതുമ്പോൾ എല്ലാ ഡിഗ്രീസിലുള്ള ആൾ പ്രസൻ്റ് ആയിരിക്കണം. എക്സിൻ്റെ എല്ലാ ഡിഗ്രീസും ഏതാണോ വലിയ ഡിഗ്രി, വലിയ ഡിഗ്രി തൊട്ട് താഴോട്ടുള്ള എല്ലാവരും പ്രസൻ്റ് ആയിരിക്കണം. അങ്ങനെ പ്രസൻ്റ് ആയിരിക്കുമ്പോൾ ഒരാളുടെ കോഎഫിഷ്യൻറ്റ് പോലും അവിടെ എന്താവരുത്, 0 ആവരുത്. അപ്പം നമ്മൾ ആ ഇക്വേഷൻ കംപ്ലീറ്റ് ആണ് എന്ന് പറയും. ഇനി ഈ കംപ്ലീറ്റ് ഇക്വേഷൻ്റെ പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ, അയാളുടെ ചേഞ്ച് ഓഫ് സൈനും കണ്ടിന്യൂഷൻ ഓഫ് സൈൻസും, ഇപ്പം f(x)ന്റെ ചേഞ്ച് ഓഫ് സൈനും കണ്ടിന്യൂഷൻ ഓഫ് സൈൻസും ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു വരും f(-x)ന്.
ഓക്കെ, അതായത് എഫ് ഓഫ് എക്സിന്റെ ചേഞ്ച് ഓഫ് സൈൻ എന്ന് പറയുന്നത് എഫ് ഓഫ് മൈനസ് എക്സിന്റെ കണ്ടിന്യൂഷൻ ഓഫ് സൈനും എഫ് ഓഫ് എക്സിന്റെ കണ്ടിന്യൂഷൻ ഓഫ് സൈൻസ് എന്ന് പറയുന്നത് എഫ് ഓഫ് മൈനസ് എക്സിന്റെ ചേഞ്ച് ഓഫ് സൈനും ആയിരിക്കും. അതായത് ഇപ്പൊ നമുക്കിവിടെ നോക്കാം, എഫ് ഓഫ് എക്സ് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ. ഇതിൽ എത്ര ചേഞ്ച് ഓഫ് സൈനും എത്ര കണ്ടിന്യൂഷൻ ഓഫ് സൈനും ഉണ്ട്? അപ്പൊ എത്ര കണ്ടിന്യൂഷൻ ഓഫ് സൈൻ ഉണ്ടെന്ന് നോക്കാം. 1, 2, 3, ഇവിടെ മാറി, ഇത് കൂട്ടില്ല, 4, 5 കണ്ടിന്യൂഷൻ ഓഫ് സൈൻ ഉണ്ട്. ഇതിൽ എത്ര ചേഞ്ച് ഓഫ് സൈൻ ഉണ്ട്? 1, 2 ചേഞ്ച് ഓഫ് സൈൻ ഉണ്ട് അല്ലെ. ഇനി എഫ് ഓഫ് മൈനസ് എക്സിന്റെ എഫ് ഓഫ് മൈനസ് എക്സ് എന്തായിരിക്കും? എഫ് ഓഫ് മൈനസ് എക്സ് ഞാനൊന്ന് ഇവിടെ താഴെ എഴുതുന്നുണ്ട്. x⁻⁻7 വരും. പോസിറ്റീവ് പവേഴ്സിന്റെ ഒന്നും മാറ്റൂല, നെഗറ്റീവിന്റെ അവിടെ മാത്രം ഒരു മൈനസ് കയറി വരും അല്ലേ, അത്രയല്ലേ ഉള്ളൂ. (2x³ + 3x² - 2x + 1). ഇതാണ് എഫ് ഓഫ് മൈനസ് എക്സ്. ഇതിൽ എത്ര ചേഞ്ച് ഓഫ് സൈൻ, എത്ര കണ്ടിന്യൂഷൻ ഓഫ് സൈൻ ഉണ്ട് നോക്കാം. അപ്പോൾ ചേഞ്ച് ഓഫ് സൈൻ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5 ചേഞ്ച് ഓഫ് സൈൻ. അതല്ലേ ഇവിടുത്തെ കണ്ടിന്യൂഷൻ ഓഫ് സൈൻ ആയിരുന്നത് അല്ലേ. ഇനി എത്ര കണ്ടിന്യൂഷൻ ഓഫ് സൈൻ ഉണ്ട് എന്ന് നോക്കാം. ഇവിടെയൊക്കെ അങ്ങനെ പോയിട്ട് 1, 2 കണ്ടിന്യൂഷൻ ഓഫ് സൈൻ, അതായിരുന്നു അവിടുത്തെ 2 ചേഞ്ച് ഓഫ് സൈൻ. അതാണ് ഒരു കാര്യം പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഒരു കംപ്ലീറ്റ് ഇക്വേഷനിൽ നിങ്ങൾ ചേഞ്ച് ഓഫ് സൈനും കണ്ടിന്യൂഷൻ ഓഫ് സൈനും കൂടി ആഡ് ചെയ്ത് നോക്കൂ. 5 + 2 = 7. എന്തെങ്കിലും പറയാനായിട്ട് പറ്റുമോ? എന്താ പറയാൻ പറ്റണത്? അത് എഫ് ഓഫ് എക്സിന്റെ ഡിഗ്രീനോട് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഇക്വേഷനിൽ ചേഞ്ച് ഓഫ് സൈനും അതുപോലെ കണ്ടിന്യൂഷൻ ഓഫ് സൈനും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിഗ്രി ഓഫ് ദാറ്റ് കംപ്ലീറ്റ് ഇക്വേഷൻ. ഓക്കെ, ഡിഗ്രി ഓഫ് ദാറ്റ് പോളിനോമിയൽ ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഡെക്കാർത്തെ റൂൾ ഓഫ് സയൻസിലേക്ക് വരാം. അപ്പോൾ എന്താണ് ഡെക്കാർത്തേസ് റൂൾസ് ഓഫ് സയൻസ് എന്ന് നോക്കാം. അപ്പോൾ ഡെക്കാർത്തെ റൂൾ ഓഫ് സൈൻ പറയുന്നത്, ഇൻ എനി ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വിത്ത് റിയൽ കോഎഫിഷ്യൻസ് ദ നമ്പർ ഓഫ് positive roots cannot exceed the number of changes in the signs of the coefficient f of x, and the number of negative roots cannot exceed the number of changes in the signs of the coefficients of f of minus x. അതായത് നിങ്ങൾക്കൊരു പോളിനോമിയൽ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സൊല്യൂഷൻ കാണാതെ തന്നെ ആ സൊല്യൂഷൻ്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഇയാൾക്ക് എത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരു തിയറമാണ് അല്ലെങ്കിൽ ഒരു റിസൾട്ടാണ് എന്നുള്ളതൊന്ന് ഓർക്കണേ. നമ്മളൊരു പോളിനോമിയലിനെ സോൾവ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് പറയുന്നതും സോൾവ് ചെയ്യാതെ തന്നെ അതിൻ്റെ റൂട്ട്സിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നതും എത്ര ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് ശരിക്കും ഈ ഡെക്കാർത്തെ റൂൾ ഓഫ് സയൻസ്. അപ്പോൾ നിങ്ങൾക്ക് തന്ന ഒരു പോളിനോമിയൽ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര ചേഞ്ച് ഓഫ് സൈൻ ഉണ്ട് എന്ന് നോക്കുക. അതിലെത്ര ചേഞ്ച് ഓഫ് സൈൻ ഉണ്ട് എന്ന് നോക്കിയാൽ അതായിരിക്കും അവിടുത്തെ മാക്സിമം പോസിറ്റീവ് റൂട്ടുകളുടെ എണ്ണം. എത്ര ചേഞ്ച് ഓഫ് സൈൻ ഉണ്ടോ മാക്സിമം അത്ര പോസിറ്റീവ് റിയൽ റൂട്ടേ അതിനെ കാണുള്ളൂ. വേണമെങ്കിൽ അതിൽ നിന്ന് കുറയാം, പക്ഷെ ഒരിക്കലും അതിൽ നിന്നൊരിക്കലും കൂടില്ല. അതുപോലെ എഫ് ഓഫ് ആ തന്നിട്ടുള്ളതിൽ എക്സിനെ മാറ്റി -x ഇട്ട് കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് -x കിട്ടും. അതിൽ ചേഞ്ച് ഓഫ് സൈൻസ് നിങ്ങൾക്ക് ആരുടെ മാക്സിമം ലിമിറ്റാണ് തരുന്നത്? നിങ്ങളുടെ നെഗറ്റീവ് റിയൽ റൂട്ട്സിൻ്റെ നമ്പറിനുള്ള ഒരു അപ്പർ ബൗണ്ടാണ് തരുന്നത്, ഒരു മാക്സിമം വാല്യൂ ആണ് നിങ്ങൾക്ക് തരുന്നത്. അതായത് എഫ് ഓഫ് -xലെ നമ്പർ ഓഫ് ചേഞ്ച് ഓഫ് സൈനിനേക്കാളും എപ്പോഴും കുറവോ ഈക്വലോ ആയിരിക്കും നിങ്ങളുടെ നെഗറ്റീവ് റൂട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത്. കുറച്ചും കൂടി എളുപ്പം മനസ്സിലാവാൻ അല്ലെങ്കിൽ കാര്യങ്ങളെ വ്യക്തമാക്കാൻ നമുക്ക് എപ്പോഴും ഹെൽപ്പ് ചെയ്യുക ഒരു എക്സാമ്പിളാണ് അല്ലേ. നമുക്ക് നമ്മുടെ എക്സാമ്പിളിലേക്ക് വരാൻ നോക്കൂ. എക്സാമ്പിൾ ഉണ്ട്. എന്താ എക്സാമ്പിൾ? എക്സാമ്പിൾ ഈസ് യു ആർ കൺസിഡറിങ് എ പോളിനോമിയൽ 12x⁻⁷ -x⁴ plus 10x³ - 28 equal to 0. You are going to analyze the nature of roots of this equation. Okay, let us call this polynomial as f of x. So f of x equal to 0 എന്നുള്ള ഈ പോളിനോമിയലിന്റെ റൂട്ടിനെ കുറിച്ചാണ് പറയേണ്ടത്.
അപ്പോൾ വേഗം തന്നെ നമ്മൾ എഫ് ഓഫ് എക്സിൽ എത്ര ചേഞ്ച് ഓഫ് സൈൻ ഉണ്ട് എന്ന് നോക്കി. എഫ് ഓഫ് എക്സിൽ എത്ര ചേഞ്ച് ഓഫ് സൈൻ ആണുള്ളത്? എഫ് ഓഫ് എക്സിലെ ചേഞ്ച് ഓഫ് സൈൻ നമുക്ക് നോക്കാം. എത്രയായിരുന്നു? +12 ആണ്. +12 പോയിട്ട് ഇവിടെ -ആയി അല്ലേ? അപ്പോൾ ഒരു ചേഞ്ച് ഓഫ് സൈന്, 2 ചേഞ്ച് ഓഫ് സൈന്, 3 ചേഞ്ച് ഓഫ് സൈന്. അപ്പോൾ 3 ചേഞ്ച് ഓഫ് സൈൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറയാം? ഇവിടുത്തെ പോസിറ്റീവ് റൂട്ടുകളുടെ എണ്ണം, നമ്പർ ഓഫ് പോസിറ്റീവ് റൂട്ട്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. Now you have to go to look at f of -x to get an idea about the number of negative real roots. So f of -x കണ്ടപ്പോഴോ it is -12x raised to 7, -x raised to 4, -10x cube, -28. അപ്പോൾ ഇവിടെ സൈൻ ചേഞ്ചേ ഇല്ല അല്ലേ? അപ്പോൾ 0 ചേഞ്ച് ഓഫ് സൈൻസ് ആണ്. അപ്പോൾ ഇയാൾക്ക് നെഗറ്റീവ് റൂട്ടുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. പക്ഷേ ഇതൊരു പോളിനോമിയൽ ഇക്വേഷൻ ഓഫ് ഡിഗ്രി 7 ആണ്. ഇയാൾക്ക് 7 റൂട്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പം നമുക്ക് എന്താണ് പറയാനായിട്ട് പറ്റുക? ഇയാൾക്ക് മാക്സിമം 3 റിയൽ റൂട്ട് ഉണ്ടാവും. മൊത്തം ആണെങ്കിൽ 7 റൂട്ട്. അപ്പോൾ 7 - 3 4 എന്ത് റൂട്ടുകൾ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് പറയാം? ഇമാജിനറി റൂട്ട്സ്, അറ്റ്ലീസ്റ്റ് 4 ഇമാജിനറി റൂട്ട്സ് ഉണ്ടെന്ന് പറയാം. മാക്സിമം 3 റിയൽ റൂട്ട്സ് ഉണ്ട് എന്നും പറയാം. അത് മാത്രമല്ല വെറും റിയൽ റൂട്ട് എന്നും കൂടിയല്ല, ഒന്നും കൂടി നമ്മൾ സ്പെസിഫൈ ചെയ്തു അല്ലേ? പോസിറ്റീവ് റൂട്ടുകളാണെന്നും കൂടി നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ഒരു എക്സാമ്പിളും കൂടി നോക്കാം. അത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറയേണ്ടത്. ഇപ്പം നമ്മൾ എത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? ഓൺലി ദ നേച്ചർ ഓഫ് ദ റൂട്ട്സേ പറഞ്ഞിട്ടുള്ളൂ, വെദർ ഇറ്റ് ഈസ് റിയൽ ഓർ ഇമാജിനറി. നെക്സ്റ്റ് ഇതിൽ ഈ തിയറം തന്നെ ഉപയോഗിച്ച് എഗെയിൻ വി ക്യാൻ ഓൾസോ സ്റ്റേറ്റ് നോട്ട് ഓൺലി ദ നേച്ചർ ഓഫ് ദ റൂട്ട്സ് ബട്ട് ഓൾസോ ഇറ്റ്സ് പൊസിഷൻ. നോക്കാം. Second problem, it is x raised to 5 minus x raised to 4 minus 4x minus 1 equal to 0. ഞാൻ ഇയാളെ f of x എന്ന് വിളിച്ചു. അപ്പോൾ വേഗം തന്നെ അതിൽ എത്ര ചേഞ്ച് ഓഫ് സൈൻ ഉണ്ട്, എത്ര കണ്ടിന്യൂഷൻ ഓഫ് സൈൻ ഉണ്ട് എന്ന് നോക്കാം അല്ലേ? ചേഞ്ച് ഓഫ് സൈൻ മാത്രം മതിയില്ലേ നമുക്ക്? ഓക്കെ, ചേഞ്ച് ഓഫ് സൈൻ എത്രയുണ്ട് എന്ന് നോക്കാം. അപ്പോൾ ചേഞ്ച് ഓഫ് സൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് പോയി നെഗറ്റീവ് 1 മാത്രം അല്ലേ? ബാക്കിയൊക്കെ അങ്ങനെ കണ്ടിന്യൂസ് ആയി വരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ചേഞ്ച് ഓഫ് സൈൻ ആണെന്ന് കിട്ടും. അപ്പം മാക്സിമം എത്ര പോസിറ്റീവ് റൂട്ടാണെന്ന് പറയാം? ഒരു പോസിറ്റീവ് റൂട്ടാണെന്ന് പറയാം. ഇനി നെഗറ്റീവ് റൂട്ട്സിൻ്റെ എണ്ണം നോക്കാം. നെഗറ്റീവ് റൂട്ട്സിൻ്റെ എണ്ണം നോക്കുമ്പോൾ f of -x എഴുതി, -xലെ ചേഞ്ച് ഓഫ് സൈൻസ് നോക്കി. അപ്പോൾ അത് എത്രയാണ്? ഇതിലില്ല, 1 2 ചേഞ്ച് ഓഫ് സൈൻസ് ഉണ്ട്. അപ്പം മാക്സിമം എത്ര നെഗറ്റീവ് റൂട്ടുകൾ? 2. അപ്പം മൊത്തം എത്ര ടോട്ടൽ റിയൽ റൂട്ട്സ്? പോസിറ്റീവ് റൂട്ട് 1, നെഗറ്റീവ് റൂട്ടുകളുടെ മാക്സിമം എണ്ണം 2. സോ ടോട്ടൽ നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇനി നോക്കുക, ഇതൊരു ഓഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് അല്ലേ? അപ്പം ഇതൊരു ഓഡ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ നമുക്കറിയാം ഇയാൾക്ക് ഒരു റിയൽ റൂട്ട് എങ്കിലും ഉണ്ട് എന്നുള്ളത് ഷുവർ ആണ്. ഒരു റിയൽ റൂട്ട് നമ്മൾ കൺഫേം ചെയ്തു. ഇനി നമുക്ക് അറിയേണ്ടത് മാക്സിമം 3 എന്നാണല്ലോ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ റിയൽ റൂട്ട്സിന്റെ എണ്ണം 3 എന്നാണല്ലോ. അപ്പം അത് കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ? അങ്ങനെ നമുക്ക് ആ 3 റിയൽ റൂട്ടുകൾ ഉണ്ടെങ്കിൽ 3 എണ്ണേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആ 3 എണ്ണം ഉണ്ടോ ഇല്ലയോ എങ്കിൽ ബാക്കി റൂട്ടുകൾ നമുക്ക് ഇമാജിനറി ആണെന്ന് പറയുകയും ചെയ്യാം. അപ്പം അത് കണ്ടെത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അത് കണ്ടെത്താനായിട്ട് നമ്മൾ എന്താ ചെയ്യണത് എന്ന് വെച്ചാൽ മനസ്സിലിരുന്നോട്ടെ, പോസിറ്റീവ് റൂട്ടിൻ്റെ എണ്ണം മാക്സിമം 1, നെഗറ്റീവ് റൂട്ടിൻ്റെ എണ്ണം മാക്സിമം 2 ആയിരുന്നു. അതിന് നമ്മൾ ആ ക്യാരക്ടർ ആൻഡ് പൊസിഷൻ ഓഫ് റൂട്ട്സിൽ പറഞ്ഞ 1-2 കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. അതായത് എഫ് ഓഫ് എക്സ് ഒരു പോളിനോമിയലാണ്. എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഓപ്പോസിറ്റ് സൈൻസ് ആണെങ്കിൽ എക്കും ബിക്കും ഇടയിൽ നിങ്ങൾക്കൊരു റിയൽ റൂട്ട് എങ്കിലും ഉണ്ടെന്ന് പറയാം. അപ്പം ആ കാര്യമാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി വി ആർ ചൂസിങ് സം നമ്പേഴ്സ്. ഫസ്റ്റ് ഏറ്റവും ഈസി ഇവാലുവേറ്റ് ചെയ്യാൻ എഫ് ഓഫ് 0 ആയതുകൊണ്ട് എഫ് ഓഫ് 0 ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് -1. അപ്പോൾ എഫ് ഓഫ് 0 നെഗറ്റീവ്. ഓക്കെ, ഇനി എഫ് ഓഫ് 1 നമ്മൾ കണ്ടുപിടിച്ചു. ഇറ്റ് ഈസ് എഗെയിൻ നെഗറ്റീവ്. എഫ് ഓഫ് -1 കണ്ടുപിടിച്ചു. ഇറ്റ് ഈസ് പോസിറ്റീവ്. സോ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? -1നും 0നും ഇടയിൽ നിങ്ങൾക്കൊരു റൂട്ട് ഉണ്ട് എന്ന് പറയാം. അപ്പം നിങ്ങൾ ശരിക്കും ഒരു നെഗറ്റീവ് റൂട്ടിനെ കണ്ടുപിടിച്ചു.
അല്ലേ? ഇനി എത്ര നെഗറ്റീവ് റൂട്ടും കൂടിയേ ഉണ്ടാവുള്ളൂ? ഒന്നും കൂടിയേ ഉണ്ടാവുള്ളൂ അല്ലേ? മാക്സിമം 2 എണ്ണം ആണെന്ന് നമ്മൾ റൂള് വെച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, അത് കണ്ടുപിടിക്കാനുള്ള എഗെയിനുള്ള ശ്രമത്തിൽ യു ആർ ഫൈൻഡിങ് എഫ് ഓഫ് 2 എന്താ നിങ്ങൾക്ക് കിട്ടി? പോസിറ്റീവ്. അപ്പം നോക്കിയപ്പോൾ അത് നെഗറ്റീവ് ആയിരുന്നത് പോസിറ്റീവായി. അപ്പോൾ 1നും 2നും ഇടയ്ക്ക് അല്ലേ, നെഗറ്റീവ് ആയിരുന്നത് പോസിറ്റീവായി. അപ്പോൾ 1നും 2നും ഇടയ്ക്ക് എഗെയിൻ ഒരു റൂട്ടുണ്ട്. അതെന്ത് റൂട്ടാ? പോസിറ്റീവ് റൂട്ടാണ്. ഇനി പോസിറ്റീവ് റൂട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണോ? ഇനി ഇങ്ങോട്ടേക്കുള്ള വല്ല വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണോ? പോസിറ്റീവ് പോയി നെഗറ്റീവ് ആവണ്ടോ? ഇത് പോയി ഇനി നെഗറ്റീവ് എപ്പോഴെങ്കിലും ആവുമോ എന്ന് ചെക്ക് ചെയ്യണോ? വേണ്ട. എന്താ നമ്മൾ പറഞ്ഞു? പോസിറ്റീവ് റൂട്ട് ഉണ്ടെങ്കിൽ അത് എത്ര എണ്ണേ കാണുള്ളൂ? ഒന്നേ കാണുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ എഫ് ഓഫ് 2ന് മുകളിലുള്ള വാല്യൂസ് ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാരണം കണ്ടുപിടിക്കേണ്ട ആളെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നെഗറ്റീവ് റൂട്ടാണ് മാക്സിമം 2 എന്ന് പറഞ്ഞത്. അത് നമുക്ക് ഇവിടെ എത്രയേ കിട്ടിയിട്ടുള്ളൂ? 1 കിട്ടിയിട്ടുള്ളൂ. അപ്പം അതിനുവേണ്ടി അടുത്തൊരു വാല്യൂ കണ്ടുപിടിക്കുകയാണ് എഫ് ഓഫ് -2. അപ്പം -2 ഇട്ട് കൊടുക്കുമ്പോൾ നെഗറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിരുന്ന ആൾ നെഗറ്റീവായി. അപ്പോൾ -2നും -1നും ഇടയ്ക്ക് ഒരു റൂട്ടുണ്ട്. അതെന്ത് റൂട്ടാണ്? നെഗറ്റീവ് റൂട്ടാണ്. അപ്പോൾ 2 നെഗറ്റീവ് റൂട്ടും ഒരു പോസിറ്റീവ് റൂട്ടും കിട്ടിക്കഴിഞ്ഞു. ഇനി വേറെ റൂട്ട് ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഈ തന്നിട്ടുള്ള 5th ഡിഗ്രി ഇക്വേഷന് 3 റിയൽ റൂട്ടാണ്. അപ്പോൾ ബാക്കി 2 എണ്ണോ കണ്ണടച്ച് നമുക്ക് പറയാം ഇറ്റ് വിൽ ബി ഇമാജിനറി റൂട്ട്സ് അല്ലേ? അപ്പം ഇനി ഈ വാല്യൂസ് നമ്മൾ റാൻഡമായിട്ട് ഇട്ട് കൊടുക്കണത്. അത് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് കിട്ടേണ്ട ആളെ കിട്ടിക്കഴിഞ്ഞാൽ, അത്രയും നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള വലിയ വാല്യൂസ് ഇട്ട് സമയം കളയണമെന്ന് ഇല്ല. ഇനി ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. x⁻7 - 2x⁻6 - 3x² - 5 = 0. ഇതിൽ എത്ര ഇയാളെ നമ്മൾ ആദ്യം എന്തെന്ന് വിളിക്കുന്നു? ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. ഇതിൽ എത്ര കണ്ടിന്യൂഷൻ ഓഫ് ചേഞ്ച് ഓഫ് സൈൻ ഉണ്ട്? 1. ഒരു ചേഞ്ച് ഓഫ് സൈൻ. അപ്പോൾ പോസിറ്റീവ് റൂട്ട്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി എഫ് ഓഫ് -x എഴുതിയാൽ എങ്ങനെയായിരിക്കും? -x⁻7 - 2 × -x⁻6 3 × -x² - 5. This is -x⁻7 - 2x⁻6 - 3x² - 5. അപ്പം ഇവിടെ ഏതെങ്കിലും ചേഞ്ച് ഓഫ് സൈൻ വരുന്നുണ്ടോ? ഇല്ല. അപ്പം നോ ചേഞ്ച് ഓഫ് സൈൻ എന്ന് വെച്ചാൽ നോ നെഗറ്റീവ് റിയൽ റൂട്ട്സ് അല്ലേ? അപ്പോൾ മാക്സിമം ഇയാൾക്ക് എത്രയേ ഉള്ളൂ? ഒരു പോസിറ്റീവ് റിയൽ റൂട്ട് മാത്രമേ ഉള്ളൂ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനായിട്ട് കണ്ടോ? ഉടനെ നിങ്ങൾ ഇയാളുടെ ഡിഗ്രിയിലേക്ക് പോവാം. ഡിഗ്രി എത്രയാ? 7, ഓഡ് ഡിഗ്രി. അപ്പം ഇയാൾക്ക് മിനിമം ഒരു റിയൽ റൂട്ട് എങ്കിലും ഉണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു റിയൽ റൂട്ടുകളുടെ എണ്ണം മാക്സിമം നിങ്ങൾക്ക് എത്രയേ വരുള്ളൂ? 1 വരുള്ളൂ. മിനിമം 1 ഉണ്ട്, മാക്സിമം 1 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിങ്ങൾക്ക് ഈ ഇക്വേഷന് ഓൺലി 1 റിയൽ റൂട്ടേ ഉള്ളൂ. ദിസ് ഇംപ്ലൈസ് ഈ ഇക്വേഷന് എത്ര ഇമാജിനറി റൂട്ട്സ്? 6 ഇമാജിനറി റൂട്ട്സ്. മനസ്സിലായി എന്ന് വിചാരിക്കണം. ഒന്നും കൂടി പറയാം. 7th ഡിഗ്രി ഇക്വേഷൻ, അയാളെ എഫ് ഓഫ് എക്സ് എന്ന് വിളിച്ചു. ചേഞ്ച് ഓഫ് സൈൻ നോക്കിയപ്പോൾ 1. അപ്പോൾ മാക്സിമം പോസിറ്റീവ് റൂട്ടുകളുടെ എണ്ണം 1. എഫ് ഓഫ് -x എഴുതി. ചേഞ്ച് ഓഫ് സൈനേ ഇല്ല, നെഗറ്റീവ് റിയൽ റൂട്ടുകളേ ഇല്ല. അപ്പോൾ ടോട്ടലായിട്ട് എത്ര റിയൽ റൂട്ട് ഉണ്ടെന്ന് വെച്ചാൽ മാക്സിമം ഒരു റിയൽ റൂട്ടാണ് ഉണ്ടാവാൻ ചാൻസ്. ഡിഗ്രി ഓഡായതുകൊണ്ട് ഒരു റിയൽ റൂട്ട് എങ്കിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് 2 കണ്ടീഷനാണ് കിട്ടിയത്. ഈ ഇക്വേഷന് ഒരു റിയൽ റൂട്ട് എങ്കിലും ഉണ്ടാവും എന്നും ഈ ഇക്വേഷന് മാക്സിമം ഒരു റിയൽ റൂട്ടേ ആകൂ എന്നും കിട്ടി. അപ്പം പിന്നെ അതിനർത്ഥം ഓൺലി 1 റിയൽ റൂട്ടേ ഉള്ളൂ. പക്ഷെ 7 റൂട്ട്സ് ഉണ്ട്. അപ്പോൾ ബാക്കി 6 എന്തായിരിക്കും? ഇമാജിനറി റൂട്ട്സ് ആയിരിക്കും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഡെക്കാർത്തെ റൂൾ ഓഫ് സൈൻ എന്താണ് എന്നുള്ളതും അതിൻ്റെ എക്സാമ്പിളും കഴിഞ്ഞു. പ്രൂഫ് നമുക്ക് ലേറ്റർ ക്ലാസ്സിൽ നോക്കാം.